ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. കേരളോത്സവം നടത്തുന്നതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഒക്ടോബർ 5 മുതൽ 20 വരെയാണ് കേരളോത്സവം നടക്കുന്നത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കരിച്ചേരി സ്വാഗതവും പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷതയും വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ സംസാരിച്ചു. കന്നിക്കളം നവജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ചെറുപുഴ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് അത്ലറ്റിക്സ്, പ്രാപ്പോയിൽ വോളി അക്കാദമി വോളിബോൾ ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ, ജോസ്ഗിരിയിൽ വെച്ച് വടംവലി, പുളിങ്ങോം ഗ്രൗണ്ടിൽ വെച്ച് ബാഡ്മിന്റൺ, പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചെസ്, പഞ്ചഗുസ്തി, വയലായി ഗ്രൗണ്ടിൽ വെച്ച് കബഡി, പാലാവേൽ വെച്ച് നീന്തൽ എന്നീ മത്സര ഇനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മത്സരങ്ങൾക്കായുള്ള കമ്മിറ്റി രൂപീകരണം വിവിധയിടങ്ങളിൽ വെച്ച് നടക്കുമെന്നും സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ അറിയിച്ചു. സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള ആളുകളെ, യുവജന ക്ലബിന്റെയും മറ്റും പ്രതിനിധികളെ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ, കുടുംബശ്രീ അംഗങ്ങളെ, കലാസാംസ്കാരിക പ്രവർത്തകരെ, അധ്യാപകരെ, മറ്റു പൊതുപ്രവർത്തകരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വർഷം ഒരുപക്ഷെ കേരളോത്സവം ഉണ്ടാവില്ല എന്നൊരു സംശയത്തിലായിരുന്നു വർഷാരംഭം. കാരണം ഇലക്ഷൻ വർഷമായതുകൊണ്ട് കേരളോത്സവം ഉണ്ടായേക്കില്ല എന്ന് കരുതിയതാണ്. പക്ഷെ കേരളോത്സവം നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ കേരളോത്സവം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇത് കുറച്ച് വൈകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് ഇത്രയും ദിവസം തള്ളിയത്. ഇനി കാലാവസ്ഥ നന്നായാലും മോശമായാലും കേരളോത്സവത്തിന് തീയതി നിശ്ചയിച്ച് നടത്തുക മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് സംഘാടക സമിതി രൂപീകരിച്ചത്. സമയം കളയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഏതാനും ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുക. സൗകര്യപ്രദമായ തീയതി കണ്ടെത്തിയിരിക്കുന്നു. 5-ാം തീയതി, ഒക്ടോബർ 5-ാം തീയതി തുടങ്ങി ഒക്ടോബർ 20-ാം തീയതി അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ഒക്ടോബർ 5-ാം തീയതി ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവം ആരംഭിക്കുന്നത്. 20-ാം തീയതി കലാമത്സരങ്ങളോടെ കേരളോത്സവത്തിന് പരിശീലനം നൽകും. ഇനി വിവിധ മത്സരങ്ങൾ ഞാൻ അധികം സമയം എടുക്കുന്നില്ല. വിവിധ മത്സരങ്ങളെ കുറിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപമുണ്ട്, ഒരു നിർദ്ദേശമുണ്ട്, മാറ്റാവുന്നതാണ്. അത് അറിയിക്കാം. ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ നവജ്യോതി കോളേജിന്റെ ഗ്രൗണ്ടിലാണ് നടത്താൻ ആലോചിക്കുന്നത്. അത്ലറ്റിക്സ് സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടില്, വോളിബോൾ പ്രാപ്പോയില്, വടംവലി ജോസ്ഗിരിയില്, ബാഡ്മിന്റൺ പുളിങ്ങോത്ത്, ആർട്സ് ഫെസ്റ്റിവല് ചെറുപുഴയില്, കലാമത്സരങ്ങളെല്ലാം ചെറുപുഴയിൽ നടത്താവുന്നതാണ് ആലോചിക്കുന്നത്. വലിയ കേരളോത്സവം നടത്തുന്നത് വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് യുവാക്കളുടെ കായിക ശേഷിയുള്ള യുവ, അതോടൊപ്പം മറ്റ് പ്രവണതകൾ ഇല്ലാതാൻ നിൽക്കുക, ജനങ്ങളുടെ ഐക്യം രൂപപ്പെടുത്തുക, അങ്ങനെ വിവിധ തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നടന്ന കേരളോത്സവം. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ മിക്ക ജനങ്ങളിലും കാണികളുടെ പങ്കാളിത്തം, അതോടൊപ്പം ജനങ്ങളുടെ പങ്കാളിത്തം, മത്സരാർത്ഥികളുടെ പങ്കാളിത്തം ഒക്കെ കുറവാണെന്ന് അനുഭവപ്പെട്ടത്. ഇവിടെ നമ്മൾ സംഘാടനങ്ങളോട് ചേർന്നിരിക്കുന്നത് ഇത് വളരെ നല്ല രീതിയിൽ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ചെറുവ പഞ്ചായത്തിന്റെ കേരളോത്സവം നടത്തിക്കൊണ്ടുപോവാ എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇത് സംഘാടനം. നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും. പവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം.
ചാർജ് തീർന്ന ഇൻവെർട്ടർ, സോളാർ, വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം. ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു. ഓവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. ഫോൺ 9846163138.